ഹായ്, ഇതാണ് നമ്മുടെ നിസാൻ ടെറോനോ. ഈ വാഹനം കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ എടുക്കേണ്ടത്. ഈ വാഹനത്തിൽ ചെറിയ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങളെ കാണിക്കാമെന്നുള്ളതിലാണ് ഈ വീഡിയോ എടുക്കേണ്ടത്. എന്താണെന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ ഈ വാഹനം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സൗകര്യവും അതേപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും ഒക്കെ ഉള്ളൊരു വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസാണ് ഈ വാഹനത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം 475 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ഈ വാഹനത്തിന് ഇത്രയും കൂടുതൽ ബൂട്ട് സ്പേസ്, അതായത് 475 ലിറ്റർ ബൂട്ട് സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ ആക്സസറീസ് ആയിട്ട് കമ്പനി ഈ വാഹനത്തിന് ഒരു ചെറിയ സീറ്റ്, അതായത് കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളത് ആ സീറ്റല്ല, അതായത് നമ്മളെ ഐഡിയക്ക് അനുസരിച്ചുള്ള ഒരു സീറ്റാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കുട്ടികൾക്ക് കിടക്കാനും ഇരിക്കാനൊക്കെ കഴിയേണ്ട രീതിയിലുള്ള ഒരു സീറ്റാണ്. അത് എങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയാണ് ആ ബൂട്ട് സ്പേസിലുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്തതെന്നുള്ളതാണ് കാണിക്കാൻ പോകേണ്ടത്. ഇത് നമ്മൾ പാർസൽ ട്രേ ആണ്. ഈ പാർസൽ ട്രേ റിമൂവ് ചെയ്യാം. അടുത്ത നമ്മൾ ചെയ്തിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, അതായത് വലിയ ആളുകൾക്കൊന്നും ഇരിക്കാൻ പറ്റില്ല. ഒരു 10 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് ഒരു 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാം. കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 കുട്ടികൾക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. കമ്പനി സീറ്റാണെന്നുണ്ടെങ്കിൽ സൈഡിലാണ് വരേണ്ടത്, അതായത് സൈഡ് ഭാഗത്ത് നമുക്ക് മടക്കി വെക്കാവുന്നതും പിന്നെ നിർത്താവുന്നതുമായിട്ടുള്ള ഒരു സീറ്റാണ്. പക്ഷേ അങ്ങനെ ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഇരിക്കേണ്ട പർപ്പസ് മാത്രം, കുട്ടികൾക്ക് ഇരുത്താനുള്ള പർപ്പസ് മാത്രമേ നടക്കുള്ളൂ. ഇതാവുമ്പോൾ നമുക്ക് കുട്ടികളെ കെടുത്താം. അവർ ലോങ് ഡ്രൈവൊക്കെ പോകേണ്ട സമയത്ത് ഇപ്പോൾ സെൻട്രലിൽ ഇരിക്കേണ്ട ആളുകൾക്ക്, ബാക്കിലിരിക്കേണ്ട ആളുകൾക്ക് മടിയിൽ വെച്ചിട്ട് കുട്ടികളൊക്കെ ഉറങ്ങേണ്ട സമയത്ത് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഈ സീറ്റ് ഉപകാരപ്പെടും. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം. മാനുവലായിട്ടുള്ള സംഭവം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ മുക്കാലിൻ്റെ പൈപ്പ് വെച്ചിട്ട് ഈ സീറ്റിൻ്റെ ഈ ബൂട്ട് സ്പേസിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇതിൻ്റെ സ്റ്റെപ്പിന് വരേണ്ടത്, അതായത് സ്പെയർ വീല് വരേണ്ടത് ഡിക്കിൻ്റെ അടിയിലാണ്, അതായത് അണ്ടറിലാണ് നമ്മളെ സ്റ്റെപ്പിന് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം സ്ട്രെയിറ്റ് ആയിട്ട്, അതായത് മറ്റുള്ള കാറുകളിൽ സ്പെയർ വീല് വരേണ്ടത് പ്ലാറ്റ്ഫോമിൽ, അതായത് ഡിക്കീൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു സ്പേസ് ഉണ്ടാവും, അതായത് ഡിക്കിയിൽ സ്പെയർ വീല് വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാവും. അതില്ല. അതിന് പകരം ഒരു പ്ലാറ്റ്ഫോമായിട്ട് സ്ട്രൈറ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇതിൽ ചെയ്യാൻ സിമ്പിളാണ്. ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ, അതായത് ഞാൻ നോക്കിയ സമയത്ത്, ഞാൻ ഇത് ചെയ്യേണ്ട സമയത്ത് പ്ലാറ്റ്ഫോമിൽ നോക്കിയപ്പോൾ 2 സൈഡിലും, അതായത് ഈ വശത്തും ഇതിൻ്റെ ഈ വശത്തുമായിട്ട് 4 ഹോളുകൾ വരുന്നുണ്ട്. എന്തിനാണ് കമ്പനി ചെയ്തിട്ടുള്ളത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ആ ഹോളുകൾ നമുക്ക് യൂസ്ഫുള്ളായി. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ സീറ്റ് ഇവിടെ ലോക്കിങ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ ഹോളോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ചെയ്തിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുക്കാലിൻ്റെ പൈപ്പിൽ ഈ കറക്റ്റ് അളവിൽ, അതായത് ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കിയിട്ട് മെഷർ ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു കുറച്ച് അകലം വെച്ചിട്ട് 2 പൈപ്പ് ചെയ്തിട്ട് അതിലേക്ക് ക്രോസായിട്ട് വെൽഡ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിന് സെപ്പറേറ്റ് ഒരു 4 ലെഗ് കൊടുത്തു, അതായത് നമ്മൾ ഈ ഹോളിലേക്ക് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെഗ് കൊടുത്തിട്ട് അതിലാണ് ഈ സീറ്റ് ഫിക്സായി നിൽക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞത്, അതായത് നമ്മൾ കുട്ടികളെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു സീറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഇങ്ങോട്ടൊരു ഡൗൺ ഏരിയ ഉണ്ട്. ഈ ഡൗൺ ഏരിയയിൽ കുട്ടികളെ കാര്യങ്ങളൊക്കെ വെക്കുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവും ചെയ്യാം. ഇനി എങ്ങനെ ഉണ്ടാക്കി മാറ്റുക എന്നുള്ളതിൻ്റെ ഒരു സംഭവമാണ് കാണിക്കേണ്ടത്. അതായത് ഈ സീറ്റ് നമുക്ക് ജസ്റ്റ് പൊന്തിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നേരും. അതിൻ്റെ അടിയിൽ ലെഗുകളുണ്ട്. ഒരു ലെഗാണ് താത്തി വെക്കുക. ഈ സൈഡും ലെഗ് വരുന്നുണ്ട്, അതും താത്തി വെച്ചാൽ ഈ സീറ്റ് സ്ട്രൈറ്റ് ആയി. അപ്പോൾ സുഖമായിട്ട് 2 കുട്ടികൾക്ക് നല്ല നീളത്തിൽ സുഖമായിട്ട് കിടക്കുക. ഇനി ലഗേജോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെപ്പറേറ്റ് നമുക്ക് ലഗേജ് ഏരിയ ഉണ്ട്. അത് അത്യാവശ്യം സാധനങ്ങൾ കൊള്ളേണ്ട ഒരു ലഗേജ് സ്പേസും ഉണ്ട്. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ലഗേജായിട്ടും വെക്കാം. ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ഞാൻ പറഞ്ഞല്ലോ 475 ലിറ്ററാണ്. ഇത്രയും സാധനങ്ങളൊന്നും നമ്മളൊരു ട്രിപ്പ് പോകേണ്ട സമയത്ത് അത്രയും കൂടുതൽ സാധനങ്ങൾ, അതായത് അത്രയും സാധനങ്ങൾ വെക്കാൻ നമുക്കുണ്ടാവില്ല. കൂടുതലും നമുക്ക് ലോങ് ഡ്രൈവ് പോകേണ്ട സമയത്ത് കുട്ടികളായിരിക്കും.
അപ്പോൾ കുട്ടികൾക്ക് കിടക്കാനും അതുപോലെ തന്നെ അവർക്കൊന്ന് സുഖമായിട്ട് ഇരിക്കാനും പറ്റേണ്ട ഒരു ഏരിയയാണ് ഇപ്പോൾ ഈ സെറ്റ് ചെയ്തിട്ടുള്ളത്. വലിയ ആളുകൾക്ക് ഇരിക്കുക, പക്ഷെ അവരെ ഹെഡ് റൂഫിൽ ചെറുതായിട്ട് ഇതായും, അപ്പോൾ ചെറുതായിട്ട് ബെൻഡായിട്ട് നിൽക്കേണ്ടി വരും. പക്ഷെ കുട്ടികൾക്കാണിത് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. ഇൻഡസ്ട്രിയൽ വർക്ക് ആണെങ്കിലും സീറ്റിംഗ് നമ്മളൊരു സീറ്റ് ചെയ്യേണ്ട ആളുകളെ അടുത്തുനിന്ന് പോയിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഈ വർക്കും ഈ സംഭവങ്ങളുടെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മളൊരു ഐഡിയക്ക് അനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ലോങ് ഡ്രൈവ് പോകേണ്ട സമയത്താണ് നമുക്കിത് ഏറ്റവും യൂസ്ഫുൾ ആയാല്. ലോങ് ഡ്രൈവ് പോകേണ്ട സമയത്ത് ഇങ്ങനെ സീറ്റ് മടക്കി, ഇപ്പോൾ ലഗേജുകൾ നമുക്ക് ഇതിൽ വെക്കണമെങ്കിലും വെക്കാം, സൈഡുകളിൽ ലഗേജുകൾ വെക്കാം, ഈ ബാക്കിയുള്ള സ്പേസുകളിലൊക്കെ ലഗേജ് നമുക്ക് അത്യാവശ്യം വണ്ടിയിൽ കയറ്റാം. പിന്നെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നമുക്ക് തലയണ ഉണ്ടെങ്കിൽ, നമ്മൾ ഈ വണ്ടിയിലൊക്കെ വെക്കേണ്ട തലയണ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 തലയണ സുഖമായിട്ട് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ 2 കുട്ടികൾക്ക് സുഖമായിട്ട് നിവർന്ന് കിടക്കുക. അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവർക്ക് കിടക്കുക. കിടക്കാത്ത സമയത്ത് ഈ സീറ്റിൻ്റെ ലെഗ് ഒന്ന് താത്തി കൊടുത്താൽ ഇത് നേരെ സ്ലോപ്പായി അവർക്ക് സുഖമായിട്ട് കാല് നിവർത്തി വെച്ച് ഇരിക്കും ചെയ്യാം. അങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ട്, അതായത് വലിയൊരു സംഭവമായിട്ടൊന്നുമല്ല, സിമ്പിളായിട്ട് സാധനം പൊന്തിച്ച് അതിൻ്റെ ലെഗ് നിർത്തി കഴിഞ്ഞാൽ ഫ്ലാറ്റായി. അത് നേരെ ഡൗൺ ആക്കി കഴിഞ്ഞാൽ ലെഗൊന്ന് താത്തി കൊടുത്തിട്ട് ഡൗൺ ചെയ്താൽ താഴേക്കും പോയി. പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഒരു പ്രശ്നമായിരുന്നത് ഈ സംഭവം, അതായത് ചാരി നിൽക്കേണ്ട ഭാഗമാണ്. ഈ ചാരി നിൽക്കേണ്ട ഭാഗം നമുക്ക് ഫിക്സഡ് ആയിട്ട് ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഫിക്സഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വലിയൊരു ലഗേജോ കാര്യങ്ങളോ ഇതിൽ കയറേണ്ട സമയത്ത് അത് നമുക്ക് ബുദ്ധിമുട്ടായി വരും. കാരണം അവിടെ ഒരു തടസ്സമായിട്ട് നമുക്ക് നേരിടും. അപ്പോൾ ഇതിനുള്ള ഒരു പ്രശ്നമാണ്. ഇത് എന്താ ചെയ്യേണ്ടത്? കാരണം ഈ ഭാഗത്തേക്ക് മടക്കേണ്ട സിസ്റ്റം ആക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണെന്ന് കുറേ ആലോചിച്ചപ്പോൾ കിട്ടിയൊരു സംഭവമാണ്. അത് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഈ സംഭവം, അതായത് നമ്മൾ ചാരി നിൽക്കേണ്ട ഈ ഭാഗം നമുക്ക് ജസ്റ്റ് മേലോട്ട് പൊന്തിച്ച് കഴിഞ്ഞാൽ ഈ സാധനം കറക്റ്റായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. സാധനങ്ങളോ കാര്യങ്ങളൊക്കെ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഇപ്പോൾ ഈ ഒരു ലെവലിൽ കയറ്റാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെ ആ സൈഡും റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതെങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാം. ഈ സാധനം റിമൂവ് ചെയ്തിട്ട് ഇത് നമുക്കൊരു ബെഡായിട്ട് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഈ ഹോളിലേക്ക്, അതായത് ഈ 2 ഹോള് ചെയ്തിട്ടുണ്ട് സീറ്റിൻ്റെ 2 ഭാഗത്തും നമ്മൾ ഉള്ളിലായിട്ട് അതിൻ്റെ പൈപ്പ് കൊടുത്തിട്ട് ഹോൾ ചെയ്തിട്ടുണ്ട്. ആ ഹോളിലേക്ക് ഈ 2 ഭാഗവും പ്രസ് ചെയ്തിട്ട് നേരെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതും സ്ട്രെയിറ്റ് ആയി. അപ്പോൾ നമുക്ക് ഈ ഭാഗം ഇനി വേണമെന്നുണ്ടെങ്കിൽ അതും പൊന്തിച്ചിട്ട് അതും ലെഗ് ചെയ്താൽ ഇത് നല്ലൊരു ഫ്ലാറ്റായിട്ടുള്ള ഒരു ബെഡായിട്ട് മാറി. അപ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം ഇതോടുകൂടി സോൾവ് ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു ഫിക്സിംഗ് ആയിട്ട് ഈ ചാരി നിൽക്കേണ്ട ഭാഗം ഫിക്സിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിക്കിൻ്റെ ഫുൾ സ്പേസും പിന്നീട് നമുക്ക് എന്തെങ്കിലും വണ്ടിയിൽ സാധനങ്ങളൊക്കെ കയറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോഴാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ വണ്ടീൻ്റെ ഫുൾ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ബെഡ് സിസ്റ്റമായി. അപ്പോൾ ലഗേജോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ഒരു 3 കുട്ടികൾക്കോ സുഖമായിട്ട് ഇരിക്കുക, നന്നായിട്ട് കിടക്കുക, അങ്ങനത്തെ ഒരു സിസ്റ്റം ആയി. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പ്രശ്നം അതോടുകൂടി പരിഹരിച്ചു. ഇതിൻ്റെ ഫിക്സിങ്ങിൻ്റെ ബാക്കത്തെ ചാരി നിൽക്കേണ്ട ഭാഗം ഇനി അത് തിരിച്ച് നമുക്ക് അതുപോലെ തന്നെ വെക്കണം എന്നുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് കറക്റ്റാണ് ഡിക്കി ക്ലോസിങ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ക്ലോസും ആവും. അതുപോലെ തന്നെ ഒരു പ്രശ്നങ്ങളോ തട്ടലോ ഒന്നും സംഭവിക്കില്ല. കാരണം കറക്റ്റ് ലെവലിൽ മെഷർ ചെയ്തിട്ടാണ് നമ്മളിത് കറക്റ്റ് അളവ് എങ്ങനെ നോക്കിയിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സെറ്റാക്കി വെച്ച ഈ സാധനം കറക്റ്റായിട്ട് സിമ്പിളായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ചാരിയിരിക്കേണ്ട ഭാഗത്തിലേക്കാണെങ്കിൽ നേരെ ജസ്റ്റ് 2 ഹോളും കറക്റ്റായിട്ട് ഇതിലേക്ക് ആ സീറ്റിന് കറക്റ്റായിട്ട് സീറ്റായിട്ട് മാറും. ഇതിൻ്റെ ഉപകാരം മാക്സിമം നമുക്ക് കിട്ടൽ ലോങ് ഡ്രൈവിലാണ്. ലോങ് ഡ്രൈവിൽ അത്രയും കംഫർട്ടാണ്. കാരണം ഞാൻ 2-3 ലോങ് ഡ്രൈവ് പോയ സമയത്ത് നമ്മളെ കുട്ടികളെ സുഖസുന്ദരമായിട്ട് അവർക്ക് കിടക്കാനും അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇരുന്ന് അവരുടെ കാര്യങ്ങൾ കറക്റ്റ്. കാരണം ഇതിന് നല്ലൊരു വിൻഡോ ഭാഗം ഇവിടെ ഉണ്ട്, വലിയൊരു ക്വാർട്ടർ ഗ്ലാസ്, അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ളൊരു ക്വാർട്ടർ ഗ്ലാസ് ആണ് 2 സൈഡിലും ഉള്ളത്. അപ്പോൾ കുട്ടികൾക്ക് ഇരിക്കുകയാണെങ്കിൽ അവർക്ക് കാഴ്ചകൾ കാണാനും എല്ലാറ്റിനും സൗകര്യമായിട്ടുള്ള നല്ല അടിപൊളി ക്വാർട്ടർ ഗ്ലാസ് ആണ്. പിന്നെ ഈ സീറ്റിൻ്റെ അളവും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് നമ്മൾ വരച്ച് അതിൻ്റെ ഒരു എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഫുൾ അളവ് എടുത്ത് ഇൻട്രസ്റ്റ് നമ്മൾ ഫ്രണ്ട്സ് തന്നെയാണ്, അവരെ പോയി അവരെ അടുത്തുനിന്ന്
ഇരുന്നിട്ടാണ് ഇതിൻ്റെ ഫുൾ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തത്. എന്നിട്ട് ഈ സ്ട്രക്ചറിൽ സീറ്റ് വർക്കിൻ്റെ സംഭവം ചെയ്തതാണ്. ഈ സീറ്റിൻ്റെ ഈ ഭാഗം എങ്ങനെയാണ് നമുക്ക് റിമൂവ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ അത് ഇപ്പം നമുക്ക് ഒഴിവാക്കാൻ റിമൂവ് ചെയ്യാൻ പറ്റാതെ നമ്മൾ ഇരിക്കേണ്ട ഈ ഭാഗം അത് വെച്ചാൽ നമ്മൾ ഫിക്സ് ചെയ്തതാണ്. അതിൻ്റെ സ്ട്രക്ചറിൽ ഫിക്സ് ചെയ്തതായതുകൊണ്ട് അത് സ്റ്റില്ലായിട്ട് അവിടെ നിൽക്കും. അതേസമയം നമുക്ക് ഈ ചാരി നിൽക്കേണ്ട ഈ ഭാഗവും അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റിംഗ് ഈ കാല് വെക്കേണ്ട ഈ ഭാഗത്ത് പൊന്തിക്കേണ്ട സംഭവം നമുക്ക് രണ്ടും റിമൂവ് ചെയ്യാം. ഇതിൻ്റെ സീറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു റെക്സിനിലാണ്. പിന്നെ ഈ കുഷ്യൻ ഇരിക്കുന്ന ഭാഗത്തുള്ള കുഷ്യനാണെങ്കിലും അതിൻ്റെ നമ്മളെ ചാരി നിൽക്കുന്ന ഭാഗത്തുള്ള കുഷ്യനും കാര്യങ്ങളൊക്കെ നല്ല ഫോം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ നമ്മൾ പറഞ്ഞ നേരത്തെ അതായത് ഫ്രണ്ടിൽ ഈ പൊന്തിക്കേണ്ട അതായത് ലെഗ് വെക്കേണ്ട ഭാഗത്തുള്ള സാധനം റിമൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം. അതിന് നമ്മൾ പോകേണ്ടത് നമ്മളെ ബാക്ക് സീറ്റിലേക്ക് പോയിട്ട് ബാക്ക് സീറ്റിൽ പോയതിന് ശേഷം 2 സീറ്റും നമ്മൾ മടക്കുക. നമ്മളിതാണ് ഇപ്പോൾ നമ്മളിവിടുത്തെ സിസ്റ്റം കണ്ടിട്ടുണ്ട്. ഈ സിസ്റ്റം ഇതാണ് ഇതിൻ്റെ ലെഗ് വരേണ്ടത്. ലെഗ് രണ്ടും നിർത്തി കഴിഞ്ഞാലാണ് നമുക്കിത് സീറ്റ് ലെവലായി നീരേണ്ടത്. ഈ 2 ലെഗും കറക്റ്റായത്. ഇത് നമുക്ക് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ലെഗുകൾ മടക്കി ഈ സീറ്റ് നേരെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തെന്നിക്കുക. തെന്നിച്ച് കഴിഞ്ഞാൽ ഈ സീറ്റ് നമുക്ക് സിമ്പിളായിട്ട് റിമൂവ് ചെയ്ത് എടുക്കാവുന്നതാണ്. സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ അതവിടെ കറക്റ്റായിട്ട് ഫിക്സായി കയറും ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ബാക്കത്തെ സീറ്റിൻ്റെ സിസ്റ്റം വരുന്നത്. അതായത് ഞാൻ പറഞ്ഞ കുട്ടികൾക്കാണ് ഇത് ഏറ്റവും കംഫർട്ടായിട്ട് ഇതിൻ്റെ ഹെഡ് റൂമൊക്കെ വെച്ച് കുട്ടികൾക്ക് ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സുഖമായിട്ട് ഹെഡൊന്നും റൂഫിൽ തട്ടാത്ത രീതിയിൽ ഇരിക്കാൻ പറ്റും. ഇത് ഡസ്റ്ററിൻ്റെ സെയിം പ്ലാറ്റ്ഫോമാണ് ഈ നിസാൻ ടെറാനോ വരുന്നത്. നിസാൻ ടെറാനയും ഡസ്റ്ററും ഏകദേശം സെയിം പ്ലാറ്റ്ഫോമിലാണ്. ഒരേ വണ്ടി തന്നെയാണ്. ഇതിൻ്റെ ഡിസൈനിലും ഇതിലും കുറച്ച് മാറ്റങ്ങൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ നിസാൻ ടെറാനോയിൽ അതുപോലെ തന്നെ ഡസ്റ്ററിലൊക്കെ നമുക്ക് ഈ ഒരു സൗകര്യം ചെയ്യാം. ഈ വണ്ടിയിൽ ഒരുപാട് പേര് ബാക്കിൽ കുട്ടികളെ വെച്ചിട്ട് കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. അതിലെ ഫ്ലോറിൽ ഇരുന്നിട്ടൊക്കെ. അപ്പം ഇങ്ങനത്തെ ഒരു സൗകര്യം ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു ഉപകാരമായിരിക്കും കുട്ടികൾക്കാണെങ്കിലും. അല്ലാത്ത സമയത്ത് നമുക്കത് ക്ലോസിങ്ങും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ സാധാ ഡിക്കി ആയിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഞാൻ കാണിച്ചതുപോലെ 2 ഭാഗവും നമുക്ക് റിമൂവ് ചെയ്ത് വേണമെങ്കിൽ മാറ്റി വെക്കുക. പിന്നെ അതിൽ സ്റ്റില്ലായിട്ട് നിൽക്കേണ്ട ഭാഗം ഈ ഒരു സ്ട്രക്ചറും അതിൻ്റെ ഈ ഒരു ഇരിക്കുന്ന ഭാഗത്തുള്ള കുഷ്യനും മാത്രമാണ് ഇതിൽ ഫിക്സഡ് ആയിട്ട് അവിടെ വരേണ്ടത്. അത് നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ബോൾട്ടുകളിൽ ഘടിപ്പിച്ചതാണ്. 4 ബോൾട്ടുകളിൽ ഘടിപ്പിച്ച് വെച്ചതാണ്. അത് നമുക്ക് റിമൂവ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ റിമൂവും ചെയ്യാം. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവം. അതായത് ഓൾറെഡി കമ്പനി ഇതിലേക്ക് ഈ സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സൈഡിലുള്ള സീറ്റിങ് അതായത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അവരെ സീറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആക്സസറീസ് ആയിട്ട്. പക്ഷെ അത് ചെയ്യുമ്പോൾ നമുക്ക് കുട്ടികളെ സേഫായിട്ട് കെടുത്താനോ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് 2 കുട്ടികളെ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ സംഭവം നിർത്തിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ മറിയേ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈഡിലേക്ക് പോവുക ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇതിൽ കാരണം ഇത് നല്ല സേഫായിട്ട് സ്ട്രോങ് ആണ്. അത്രയും രീതിയിൽ ഹോൾഡായിട്ട് അവിടെ കിടക്കും. 2 കുട്ടികൾക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റും. ഇനിയിപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിലും ഉണർന്ന് കഴിഞ്ഞാൽ സൈഡിലേക്ക് പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫുൾ ബ്ലോക്കാണ്. 4 സൈഡും ബ്ലോക്കായിട്ടുള്ള ഒരു സംഭവമാണ്. 4 സൈഡും നമ്മളെ സീറ്റാൽ ബ്ലോക്ക് ആക്കപ്പെട്ടതാണ്. അപ്പോൾ ചെറിയ കുട്ടികളും ഒരു വയസ്സുള്ള കുട്ടീനെ ഇതിൽ വെച്ചിട്ട് പോവുകയാണെങ്കിലും സേഫാണ്. കമ്പനി നൽകേണ്ട സീറ്റ് ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇരിക്കുക എന്നുള്ളൊരു പർപ്പസും അതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്തിട്ട് സാധനങ്ങൾ കയറ്റാം. ജസ്റ്റ് ഇരിക്കാമെന്ന് മാത്രം ഉള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് ഇത്രയും കംഫർട്ടായിട്ട് കിട്ടും. അത്യാവശ്യം ഡിക്കി സ്പേസ് അത്യാവശ്യം സാധനങ്ങൾ വെക്കാനുള്ള ഡിക്കി സ്പേസ് ഉണ്ട്. അതൊക്കെ ഞാൻ വേണമെങ്കിൽ ഞാൻ പോയ സമയത്തുള്ള ഫോട്ടോസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത്രയാണ് നമ്മളെ കാര്യങ്ങൾ നമ്മൾ ഡിക്കിയിൽ ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളെ കുറിച്ചുള്ളത് പറയാനുള്ളത്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാനോ അല്ലെങ്കിൽ എങ്ങനെ ഇത് ചെയ്യേണ്ടത് എത്രയാണ് ഇതിൻ്റെ എമൗണ്ട് വരേണ്ടത് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ഇനി ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്. ആർക്കെങ്കിലും കോൺടാക്റ്റോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നിസാൻ ടെറാനോ ഡസ്റ്റർ ഈ വാഹനം യൂസ് ചെയ്യേണ്ടവർക്ക് ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എത്രയാണ് എമൗണ്ട് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.